മക്കളെ ഈ പരിപാടിക്കൊന്നും നിക്കണ്ട കേട്ടോ. സുമിത്തിനോട് ഇപ്പൊ എന്താണ് ഇങ്ങനെ പറയാനുള്ളത്? തല തല്ലിയായിട്ട് പൊളിക്കാൻ തോന്നുന്നുണ്ട്. മൈക്ക് എടുത്ത് മൈക്ക് ഇവിടെ വെച്ച് മറന്നുപോയത് എടുക്കാൻ വന്ന എന്റെ ഒരു അവസ്ഥയാണിത്. അതെ, പ്രലോഭനത്തിൽ പെട്ട് വീണ. എന്താ പറയാ, ഫോളോവേഴ്സിനോടോ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയാനുള്ളത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാ, ഭയങ്കര സഹിക്കുക. നിങ്ങള് മറ്റേ ടെലിസ്കോപ്പ് വെച്ച് പരിശോധിക്കണമായിരുന്ന പരിപാടിയല്ല ഇത് കുറച്ച് പണിയുണ്ട്. നീണ്ട 3.5 മണിക്കൂറിന്റെ കരച്ചിലിന് ശേഷം ഡോക്ടറിന്റെ മോദി ചിരി വന്നിരിക്കുന്നു. ഡോക്ടർ, ഹൗ യു ഫീൽ? എവരി ക്രൈ there is a laugh അല്ലേ? കരഞ്ഞതിന്റെ അവസാനം ഞാൻ കണ്ണാടിയിൽ ആദ്യം പോയി നോക്കി. ടാറ്റു ആർട്ടിസ്റ്റിന്റെ പ്രലോഭനത്തിൽ വീണ സുഹൃത്ത് കൊല്ല ചെയ്തുകൊണ്ടിരിക്കുക. അതെ ഇല്ല, ഇനി കുറച്ചേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. മറ്റേ ഡയലോഗും കൂടി പറയും. ഏതാ? ഒരു തുള്ളി വിഷം കിട്ടിയിരുന്നെങ്കിൽ. അതെ അത്രക്ക് ഉണ്ടോ? അയ്യോ, ടാറ്റു അടിക്കാൻ പോകുന്നവര് കാണാൻ നല്ല രസമായിരിക്കും, പക്ഷെ വേദന ഒരു രക്ഷയില്ല. ഇങ്ങനെ സഹിക്കന്നെ വേണം. ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ കേട്ടോ. വേദന തീരെ സഹിക്കാൻ പറ്റാത്ത ആളാ. ഫൈനൽ റിസൾട്ട് അടിപൊളി ആയിരിക്കും എന്നാണ് ഞാൻ. എത്ര കാലം ഉണ്ടാവും ഇത്? ലൈഫ് ലോങ്, ചാവുന്ന വരെ ഉണ്ടാവും. കുറച്ച് വേദന സഹിക്കണ്ടേ? ഒരു മെമ്മറി അല്ലേ? അതെ മെമ്മറിയാ. ഇത്രയും കാലം നിക്കണ എന്ത് സാധനം ബോഡിയിൽ വേറെ ഉണ്ടാക്കാൻ പറ്റിയ കോപിയെ? ഒരു സാധനം പറഞ്ഞ ടാറ്റു അല്ലാതെ പറയടാ. എന്തപ്പ ഞാൻ പറയാ? ഇങ്ങനെ പെർമനന്റ് ആയി നിക്കണ ഒരു സാധനം ടാറ്റു മാത്രമേ ഉണ്ടാവുള്ളൂ പെർമനന്റ് ആയി നിക്കുന്നത്. വേറെ ഒന്നുമില്ല. വേറെ എന്താ പെർമനന്റ് ആയിട്ട് നിക്കുക? ഓർമ്മകൾ. ആ ഉള്ളിലല്ലടാ, ഞാൻ പറഞ്ഞ ബോഡിയിലുള്ള കാര്യം പറഞ്ഞു. ഇതെങ്ങനെയുണ്ട് വേദന? ഒരു വികാരപുളിതനായൊരു വേദന, ഭയങ്കര സുഖമുള്ളൊരു വേദന. നല്ല സുഖമുണ്ടല്ലേ? നല്ല സുഖം. സുഖത്തേ അത്രക്ക് വേണ്ടെന്ന് നിങ്ങളെ പറഞ്ഞ പെയിൻ ഇല്ല. ആരും എനിക്ക് പെയിൻ അത് ഇളക്കല്ലേ? ഇളക്കി കഴിഞ്ഞാല് പെയിൻ പിന്നെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടേണ്ടി വരും. 2 സ്ഥലത്ത് നിങ്ങളെ ഇളക്കിയിട്ട് ലൈൻസ് തിക്ക് കൂട്ടി ചെയ്ത് കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ടാറ്റു അടിക്കാൻ ആരെങ്കിലും റെഫർ ചെയ്യാൻ വല്ല താല്പര്യമുണ്ടോ? ടാറ്റു അടിച്ചു മക്കളെ, പക്ഷെ വേദന സഹിക്കണം. അത് പിന്നെ അത്ര തന്നെ അല്ലേ? പക്ഷെ പെയിനോട് കൂടി ചെയ്യണോ അല്ലെ? അതിൽ അതിന്റെ ഒരു ഇത് ഒരു സുഖമുള്ള വേദനയാണോ? അതെ സുഖത്തിന്റെ സുഖം. ഈ ചെങ്ങായി കാരണം കുടിക്കതാ. കുറച്ച് വേദന സഹിക്കണം. ലാസ്റ്റ് എപ്പോഴാണ് വേദന കൊണ്ട് ഫീലിങ്സ് വന്നത്? 4 വർഷം മുന്നേ എന്റെ അടുത്തുനിന്ന് ഞാനൊരു വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സിംഹത്തെ. പിന്നെയും അറിയാതെ കുടുങ്ങിപ്പോയതാ. പക്ഷെ ഇനി നിങ്ങൾക്ക് പെയിൻ ഒന്നും വരില്ല കേട്ടോ ലൈഫില്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ വൈ അങ്ങനെയാടാ? എന്റെ ശരീരം മൊത്തം ടാറ്റു ആണല്ലോ, എനിക്ക് വേദനയില്ലേ? വേദന ഉണ്ട്, പിന്നെ നമ്മളൊരു ക്രൈസ് അല്ലേ, അതിനത്ര വേദന നമ്മൾ സഹിക്കൂല. അല്ല, ഈ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ പെയിൻ ആണോ അതോ മെന്റൽ പെയിൻ ആണോ? ഫിസിക്കൽ. കുറച്ച് ബെനിഫിറ്റിംഗ് ഒക്കെ ഉണ്ട്, അത് മറക്കണ്ട. ഇത് നമ്മളൊരു 1 മില്യൺ അടിക്കും. മൂപ്പരെ കരച്ചിൽ തന്നെ മതി. സന്തോഷം കൊണ്ട് തുള്ളി ചാടണോ അതോ സുമിത്തിന്റെ തല അടിച്ച് പൊളിക്കണോ? എങ്ങനെങ്കിലും ഈ സാധനം തീർന്ന് കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ തീർന്ന് കിട്ടിയിട്ട് കണ്ണാടി നോക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാ. ആ ഫീലൊന്ന് വരണ്ടെങ്കിലും തീരണ്ടേ? തീരണം. തീരുന്നില്ലല്ലോ, മറ്റേ ലെവലേക്ക്. ഒരു കുഴപ്പമില്ല. ലൈന് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈനിട്ട ടൈം കണ്ടില്ല നിങ്ങള്? ഇതിന്റെ ഒരു ലൈൻസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു എത്ര നേരം വേണമെങ്കിലും ഇരുന്നോ, എനിക്ക് ടൈം പ്രശ്നമില്ല. അല്ല ഗോപിയ?
എനിക്ക് ടൈം പ്രശ്നമാണ്. അനക്ക് ടൈം അത് ശരിയാണല്ലോ അല്ലേ. സെലിബ്രേറ്റ് ഒന്ന് ചിരിക്കോ പ്ലീസ്? ഒരു ചെറിയ സ്മൈല്. എന്താലേ എത്ര വലിയ മനുഷ്യനെയും ഒരു നിമിഷം വേദനയാക്കാൻ ഒരു ടാറ്റു അടിച്ചാൽ മതി. ഇല്ല സുമിത്തെ? ആർക്കെങ്കിലും വേദനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. അതെ, അത് സുഖമുള്ള ഒരു വേദന, സുഖമേറിയ ഒരു വേദന. അതെ. നിങ്ങൾ വൈഫിന് ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യിച്ചില്ലല്ലോ. നല്ല ചോദ്യം. ഉത്തരം അടുത്ത ചോദ്യം. അവള് പറഞ്ഞ് ചെയ്യണ്ട, വേദന എടുക്കും. കഴിഞ്ഞ് മനഃപൂർവ്വം ഞങ്ങൾ വേദനിപ്പിക്കാന്നുള്ള ഫീലൊന്നും തോന്നുന്നുണ്ട് അങ്ങക്ക്? കഴിഞ്ഞില്ലേ? ഇല്ല എവിടെ കഴിഞ്ഞില്ലേ? എന്താ സുഹൃത്തെ, കമൽഹാസൻ ഡയലോഗ് പറഞ്ഞോ? ഏതാ? ആരംഭിക്കലമാങ്ങ തുടങ്ങിയല്ലോ. ആ ഡബിൾ പിൻ ഇട്ടോ. ഇനിയാണ് പരിപാടി. ഡബിൾ നീഡിലിട്ടാണ് തീർത്തോ. ചേട്ടപ്പടേ നിച്ച് തീർക്കട്ടോ. പെട്ടെന്ന് പോണോ? എന്തേ സൈറൺ ഓണാക്കൂ. പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനം പെട്ടെന്ന് തന്നെ തീർക്കും. പിന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് ചെയ്യേണ്ട ആവശ്യം വന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? കിടക്കുന്ന സമയത്താണോടാ നിന്റെ ചോദ്യം എന്നൊക്കെ? എന്തെങ്കിലും നല്ല ചോദ്യങ്ങളായിരിക്കും. ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ ആസ് എ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഇതുവരെയുള്ള ക്ലയൻസിന് പറ്റും? മൂപ്പര് എങ്ങനെയാണ് വെറൈറ്റി ആവുന്നത്? വെറൈറ്റി എന്ന് പറയാൻ മൂപ്പര് വെറൈറ്റി തന്നെ അല്ലേ എല്ലാത്തിലും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് പെയിന് ഒരു പ്രശ്നമല്ലല്ലോ. ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ടോ? കുത്തിവെപ്പെടുത്താറുണ്ടോ? പിന്നെ എന്താ ഡോക്ടർ ചെയ്യുന്നത്? ഞാൻ ആൾക്കാരെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഒരു ഡൗട്ടുള്ള ഒരു കാര്യമുണ്ട്, അപ്പൊ നിങ്ങളോട് ക്ലിയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. ടാറ്റു കുറെ ഡോക്ടർമാര് ശീലില്ല, അവരെ പ്രൊഫഷണൽ പ്രശ്നമാണെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ടാറ്റു ഒക്കെ എല്ലാവർക്കും ചെയ്യാം. എനിക്ക് എന്തുകൊണ്ട് ചെയ്യാത്ത കുറെ ആളുകള് പ്രശ്നം ഡോക്ടർ ആകുമ്പോ അവരെ ജെന്റിൽ അങ്ങനെയല്ല. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരുടെ മനസ്സിലേക്ക് നല്ല ടിപ് ടോപ്പായി ഡ്രസ് നല്ലത് തന്നെയല്ലേ. ഇതിനെന്ത് പ്രശ്നമാണ്? അത് ഇതൊക്കെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഇഷ്ടമല്ലടാ. ആണ്, പക്ഷെ കൂടുതലും ഡോക്ടർ ഉദ്ദേശിക്കുന്നത് നോബൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്കാർ അങ്ങനെയാണോ സൊസൈറ്റിയിൽ? അതെ അതെ. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ജീവിക്കുന്നത് അല്ല? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ. അപ്പൊ കറക്റ്റായി. അപ്പൊ നിങ്ങളെ കാര്യത്തിന് യൂട്യൂബ് ചാനൽ തീരുമാനമായി. കണ്ണെന്നൊക്കെ വെള്ളം വരല തുടങ്ങി. ബൂസ്റ്റ് ചെയ്യാതൊന്നുമില്ല, രാവിലെ കഴിച്ചാ ഫുഡ് ഇരുന്നതാ. അങ്ങനെ തന്നെയാ ചങ്ങായി. ഇങ്ങക്ക് അതിന് ഇത്ര വർക്കില്ലല്ലോ, ഹാർഡ് വർക്ക് ഇല്ലല്ലോ. രോഗികളെ നോക്കിയല്ലേ വേണ്ടത്, വേറെന്താ ഇത്ര? ഡോക്ടർ ഇപ്പത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇത് ഷെയ്ഡിങ് അല്ലേ? അല്ല, അത് എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ മൊത്തം ചെയ്യണ്ടേ? ഒക്കെ ഒരു ഡിസൈൻ അല്ലേ? പിന്നെ ഇവിടെ മൊത്തം അടിക്കും, മൊത്തം ഫുള്ള്. അതല്ല അതിന്റെ ഒരു ഡിസൈൻ മാറ്റാൻ പറ്റില്ല. ഇനി ഓൾട്ടർനേറ്റ് ഫില്ലിംഗ് ആക്കിയാലോ? അത് വേണ്ട, ചെയ്യുമ്പോ അതിന്റെ നീറ്റിൽ തന്നെ ചെയ്യണത്, അതാണ് അതിന്റെ ഒരു ഇത്. ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് നോക്കുവോ? ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ ഡോക്ടർക്കായിട്ടുള്ള സ്പെഷ്യൽ ബാൻഡ് ആണ് കേട്ടോ അത്, സ്പെഷ്യൽ ഡിസൈൻ. എടാ അതൊക്കെ ഇതാക്കണോ? ഡോക്ടറിന്റെ ഹേറ്റേഴ്സിന് എൻജോയ്. ഇതാണോ പെയിന് അതോ ലൈനിങ് ഇടുമ്പോഴാണോ? നല്ല പെയിനാ. ഷെയ്ഡ് ചെയ്യുമ്പോഴാ? ഓക്കെ, ഒന്ന് റൊട്ടേറ്റ് ചെയ്. റൊട്ടേറ്റ് 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 റൊട്ടേറ്റ്. ആ, റിട്ടേൺ റൊട്ടേറ്റ്. ഓക്കെ. ഇല്ല ആ, ഇങ്ങോട്ട് 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 ഓപ്പോസിറ്റ് തിരിച്ചല്ലേ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ കുത്തുന്നത്, ഇവിടെ ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ചല്ലേ. ഓക്കെ പക്ക